ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. വരുൺ സർ ആണ്. മക്കളെ, ഞാൻ ഫിസിക്സ് ആണ് ഹാൻഡിൽ ചെയ്യുക. സോ നമ്മുടെ 10 സ്റ്റേറ്റും അതേപോലെ 10 CBSE മക്കൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് ഈ ചാനലിൽ ലഭിക്കാൻ പോവാണ്. സോ നമുക്ക് ഇപ്രാവശ്യം ഫിസിക്സ് ഉഷാറായി പഠിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10 സ്റ്റേറ്റിലെ ഫിസിക്സിലെ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ അങ്ങനെയാണ് നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ ഓൾറെഡി ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഊഞ്ഞാലാടിയിട്ടുണ്ടാവും അല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ ഊഞ്ഞാലാടിയിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഊഞ്ഞാല് കയറുന്നതിന് മുന്നേ ഈ ഒരു ഊഞ്ഞാല് ഈ ഒരു പൊസിഷനിലായിരിക്കും ഉണ്ടാവുക അല്ലെ? ഇത് ഒന്ന് മീൻസ് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവില്ല. ഇതുപോലെ സ്റ്റേഷനറി ആയിരിക്കും ഉണ്ടാവുക അല്ലെ? നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓർത്ത് വെക്കുക, ഇതിനെ നമ്മൾ പറയാ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ്. ഇക്വിലിബ്രിയം പൊസിഷൻ. എന്താ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വെച്ചാൽ, അതായത് ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. ക്ലിയർ? യെസ്. അതായത് ഇതിനിപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് ബാലൻസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ മുകളിൽ നിന്നുള്ള ഇതിന്റെ വെയിറ്റും അതേപോലെ ഈ ഒരു സ്ട്രിങ്ങിലുള്ള ടെൻഷൻ, മുകളിലോട്ടുള്ള ടെൻഷനും ഇതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിന്റെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ അതിനെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം. ഇക്വിലിബ്രിയം പൊസിഷൻ തന്നെ പറയണമെന്നില്ല, നമ്മൾ ഇതിനെ മീൻ പൊസിഷൻ എന്നും കൂടി പറയാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ മീൻ പൊസിഷൻ എന്നും കാണാം. ക്ലിയർ? മീൻ പൊസിഷൻ. ഓക്കെ. ഇനി നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഊഞ്ഞാലാട്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കും? യെസ്, നിങ്ങൾ ഒരു സൈഡിലേക്ക് പോകും അല്ലെ? ഒരു സൈഡിലേക്ക് പോകും. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും? ഈ സൈഡിൽ നിന്ന് അവൻ നിങ്ങളെ വിടും. അപ്പൊ നിങ്ങളെ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇതുപോലെ ആടും അല്ലെ? ഇപ്പുറത്തെ സൈഡിലേക്ക് വരും, തിരിച്ച് വീണ്ടും ഈ സൈഡിലേക്ക് വരും, തിരിച്ച് വീണ്ടും ഈ സൈഡിലേക്ക് വരും, ഈ ഒരു സൈഡിലേക്കും വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നിങ്ങൾ വരുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ആയിരിക്കും വരിക അല്ലെ? ഒരു പർട്ടിക്കുലർ ദൂരത്തേക്കായിരിക്കും നിങ്ങൾ വരിക. എല്ലാ പ്രാവശ്യവും അതേപോലെ തന്നെ ആയിരിക്കും അല്ലെ? കുറച്ച് കഴിയുമ്പോൾ എന്താവും? കുറഞ്ഞുകൊടുക്കും. പക്ഷെ ഈ മാക്സിമം നിങ്ങൾ ഒരു ദൂരം വരെ വരുന്നുണ്ട്. ആണോ അല്ലയോ? മുന്നോട്ടേക്കും വരുന്നുണ്ട്, ബാക്കോട്ടേക്കും വരുന്നുണ്ട്, മുന്നോട്ടേക്കും വരുന്നുണ്ട്, ബാക്കോട്ടേക്കും വരുന്നുണ്ട്. സോ ഈ മുന്നോട്ട് വരുന്നതിനാ, അതായത് ഈ മുന്നോട്ടുള്ള ഡയറക്ഷനെ നമ്മൾ ടു മോഷൻ എന്ന് പറയും. എന്ത് പറയും? ടു എന്ന് പറയും. ടു മോഷൻ. ഓക്കെ. മുന്നോട്ട് അപ്പൊ 2 ആണെങ്കിൽ ബാക്കോട്ട് എന്താണ്? ബാക്കോട്ട് നമ്മൾ ഫ്രോ എന്ന് പറയും. വി കോൾ ഇറ്റ് ആസ് ഫ്രോ മോഷൻ. ക്ലിയർ? അപ്പൊ മുന്നോട്ട് 2 ആണെങ്കിൽ ബാക്കോട്ട് ഫ്രോ മോഷൻ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതേപോലെ മീൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് വരുന്നുണ്ട്, ബാക്കോട്ട് വരുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്, ബാക്കോട്ട് വരുന്നുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഓരോ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുവാണ്. സമയം മാറുന്നതനുസരിച്ച് ഓരോ ഈക്വൽ ടൈം ഇന്റർവെൽസിൽ എന്ത് ചെയ്യാണ്? ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെ നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയും. എന്ത് പറയും? നമ്മൾ ഇതിനെ പീരിയോഡിക് മോഷൻ എന്ന് പറയും. പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് സമയം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഈക്വൽ ടൈം ഇന്റർവെൽസിൽ, ഫോർ എക്സാമ്പിൾ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ഒരു 2 സെക്കൻഡിൽ ഇത് ഇവിടെ എത്തിയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ അടുത്ത 2 സെക്കൻഡിൽ എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ പോയിട്ട് ഇവിടെ തിരിച്ചു വരും. അടുത്ത 2 സെക്കൻഡിൽ എന്ത് ചെയ്യും? വീണ്ടും പോയിട്ട് തിരിച്ചു വരും. ആ സെയിം ടൈം ഇന്റർവെല്ലായിരിക്കും എന്ത് ചെയ്യുക? മോഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. ഓക്കെ. സോ പീരിയോഡിക് മോഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന മോഷൻ. റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന മോഷൻ വിത്ത് റെസ്പെക്ട് ടു വാട്ട്? ഈക്വൽ ടൈം ഇന്റർവെൽസ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ടു മോഷൻ ആൻഡ് ഫ്രോ മോഷൻ, ഓക്കെ, അതേപോലെ ഒരു പീരിയോഡിക് മോഷൻ കൂടിയാണ്. സോ ഈ ഒരു മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയും. വാട്ട് ഡു വി കോൾ ഇറ്റ് ആസ്? വി കോൾ ഇറ്റ് ആസ് ഓസിലേഷൻ. ഓസിലേഷൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേഷൻ ആണോ എന്ന് ചോദിക്കും. അല്ല. ഓക്കെ. ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷൻ ആണ്. പീരിയോഡിക് മോഷന്റെ ഒരു ടൈപ്പാണ് ഓസിലേഷൻ. പക്ഷേ പീരിയോഡിക് മോഷൻ എല്ലാം ഓസിലേഷൻ അല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ 365 ദിവസം കഴിഞ്ഞാല് ഭൂമി എവിടെ എത്തും? ഭൂമി എവിടെ നിന്നായിരുന്നോ തുടങ്ങിയത് അല്ലെ? ജനുവരി 1 എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ എന്ത് ചെയ്യും? അടുത്ത വർഷം ജനുവരി 1 ആകുമ്പോൾ എത്തും. ഓക്കെ. പക്ഷെ അത് ഓസിലേഷൻ ആണോ? അവിടെ ടു മോഷനും ഫ്രോ മോഷനും ഉണ്ടോ? മുന്നോട്ടും ബാക്കോട്ടും മോഷൻ ഉണ്ടോ? ഇല്ല.
മനസ്സിലായില്ലേ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് സർക്കുലർ മോഷൻ ആണ്. സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് മോഷന്റെ ഒരു ടൈപ്പ് ആണ്. ഓക്കെ, മറ്റൊരു ടൈപ്പ് ആണ് എന്ത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വാട്ട് ഈസ് ഓസിലേഷൻ? വാട്ട് ഈസ് ഓസിലേഷൻ നമുക്ക് നോക്കാം. എന്താണ് ഈ ഓസിലേഷൻ എന്ന് വെച്ചാൽ? ഓസിലേഷൻ എന്ന് വെച്ചാൽ ഒരു പീരിയോഡിക് മോഷൻ ആണ്. മനസ്സിലാക്കി വെക്കുക. ഇൻ വിച്ച് ദ ഒബ്ജക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും മൂവ് ചെയ്യുന്നു. അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. അതേപോലെ തന്നെ ഇതൊരു പീരിയോഡിക് മോഷൻ ആണ്. ഓർത്തു വെക്കുക. ക്ലിയർ? യെസ്. ഇനി ഇവിടെ നോക്കുക. ഈ ഒരു ഫിഗറിൽ നോക്കിയേ, രണ്ടാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ആണോ അല്ലയോ? ഏതാ? ഈ O എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ഈ P വെച്ചിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യാണ് തൽക്കാലം. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നമ്മുടെ ഈ ഊഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം A വരെ എത്തുന്നുണ്ട്, അതേപോലെ B വരെ എത്തുന്നുണ്ട്. ആണല്ലോ? അപ്പോൾ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഈ ഓയിൽ നിന്ന് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഊഞ്ഞാൽ മാക്സിമം എവിടെ വരെ പോകുന്നുണ്ട്? എയും ബിയും വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ എയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? എ വെച്ചിട്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്തത്. കണ്ടോ? സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്തത്. അപ്പൊ മനസ്സിലാക്കുക, ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം ഈ ഒരു നമ്മുടെ ഊഞ്ഞാൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത് എവിടെയാണ്? എയും ബിയും ആണ്. സോ ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ, സോ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? It is the maximum displacement covered by the body, okay, from its equilibrium position. Clear? ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ സാധാരണയായിട്ട് സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. കാരണം എന്താ? കാരണം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? The magnitude of maximum displacement to one side from its equilibrium position is called amplitude. Clear alle? Okay alle? The symbol of amplitude is small a. Clear alle? SI unit endana? Meter aanu. Length inde unit thaneyanu. That is meter. Clear ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ഇനി അങ്ങനെ ചോദിക്കേണ്ട മീൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മളോട് കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യുക? ഡൗട്ട് ഇങ്ങടെ ക്ലാരിഫൈ ചെയ്യാം. ക്ലിയർ? ഇനി നെക്സ്റ്റ് നോക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയണമെങ്കിൽ എന്താണ് അവിടുത്തെ കണ്ടീഷൻ? ഓക്കെ, സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഊഞ്ഞാൽ ഇങ്ങോട്ടും അങ്ങോട്ടും ആടുന്നുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് വൺ ഓസിലേഷൻ? എപ്പോഴാണ് ഞാൻ പറയാ? അതായത് ഞാൻ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? നിങ്ങൾ ഓർത്തു വെക്കുക, മനസ്സിലാക്കുക. ദാ ഇവിടെ ഞാൻ എഴുതാം. നമ്മുടെ ഈ എ എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ടല്ലോ, എ എന്ന് പറയുന്ന പൊസിഷൻ, ഈ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഇങ്ങനെ വിടുകയാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങളെ വിടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഓർത്തു വെച്ചോ, ഈ എയിൽ നിന്ന് ഫസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ ബി വരെ എത്തണം. ഈ ബിയിൽ നിന്ന് എവിടെ പോകണം? സി വരെ പോകണം. പിന്നെ ഈ സിയിൽ നിന്ന് എന്ത് ചെയ്യണം? തിരിച്ച് അതേ വഴി ഈ എയിലേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന്. കേട്ടോ? നിങ്ങൾ ഈ പണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എടാ 10 പ്രാവശ്യം ഒന്ന് ആടിയിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ 10 പ്രാവശ്യം അവൻ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അല്ലെ? അങ്ങനെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ? അതേപോലെ തന്നെയാണ്. അതായത് എയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് ഫസ്റ്റ് എവിടെ എത്തണം? ഫസ്റ്റ് സി വരെ എത്തണം. പിന്നെ സിയിൽ നിന്ന് തിരിച്ച് എ വരെ എത്തണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പറയും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന്. കേട്ടോ? ഓക്കെ, ഇവിടെ നോക്കുക. എയിൽ നിന്ന് അങ്ങോട്ട് പോകണം, എയിൽ നിന്ന് നമ്മുടെ സി വരെ പോകണം, ഇല്ലേ? പിന്നെ സിയിൽ നിന്ന് എന്ത് ചെയ്യണം? തിരിച്ച് എയിലേക്ക് വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് എനിക്ക് പറയാം. അങ്ങനെയല്ല എങ്കിൽ ഞാനിപ്പോ ബിയിൽ നിന്ന് പറയുകയാണെങ്കിൽ, ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോ. അതായത് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബിയിൽ നിന്ന് സിയിലേക്ക് പോവാം. സിയിലേക്ക് തന്നെ പോകണമെന്നില്ല, ബിയിൽ നിന്ന് വേണമെങ്കിൽ എയിലേക്കും പോവാം. ഓക്കെ, ഞാൻ ആദ്യം ഇത് പറയാം എന്നിട്ട് നോക്കാം. ബിയിൽ നിന്ന് സിയിലേക്ക് പോവാ, സിയിൽ നിന്ന് എന്ത് ചെയ്യുക? തിരിച്ച് റിട്ടേൺ വരിക, ഇവിടുന്ന് തിരിച്ച് എയിലേക്ക് പോവാ ബാക്കോട്ട്, എന്നിട്ട് എവിടെ വരിക? തിരിച്ച് ബിയിലേക്ക് വരിക.
അങ്ങനെ ആകുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് എനിക്ക് പറയാം. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞെന്താണ്, ബിയിൽ നിന്ന് എങ്ങോട്ട് പോകണം, സിയിലേക്ക് പോവാ. സിയിൽ നിന്ന് എവിടെ വരണം, തിരിച്ച് ബിയിലേക്ക് വരിക. എന്നിട്ട് അവിടുന്ന് എയിലേക്ക് പോവാ. എന്നിട്ട് എന്ത് ചെയ്യണം, എയിൽ നിന്ന് തിരിച്ച് ബിയിലേക്ക് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിലും ഞാൻ എന്ത് പറയും, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് എനിക്ക് പറയാം. ക്ലിയർ? ഇപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞത് ബിയിൽ നിന്ന് സിയിലേക്കാണ്, അത് തിരിച്ചാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതായത് ബിയിൽ നിന്ന് എയിലേക്ക് പോവാം, എയിൽ നിന്ന് എന്ത് ചെയ്യാ, ബിയിലേക്ക് വന്നിട്ട് സിയിലേക്ക് പോവാം, എന്നിട്ട് നേരെ നമ്മുടെ ബിയിലേക്ക് വരാം, ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാം. സോ ഈ രണ്ട് കേസസിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് പറയാം ആ ഒരു ഒബ്ജക്റ്റ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന്. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച എന്താണ്, ഒരു സ്വിങ്. ഓക്കെ, എ സ്വിങ് കംപ്ലീറ്റ്സ് വൺസ് ഓസിലേഷൻ വെൻ ദ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം ഓ, അല്ലെ? ഓ എന്ന് പറയുന്നത് എന്താണ്, ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ഈ ഓയിൽ നിന്ന് തുടങ്ങി എവിടെ പോയി, ഗോസ് ടു ബോത്ത് സൈഡ്സ്. കണ്ടോ, എവിടെ പോകണം, രണ്ട് സൈഡിലേക്കും പോകണം. രണ്ട് സൈഡിലേക്കും പോയിട്ട് തിരിച്ച് ഓയിലേക്ക് വരുവാണെങ്കിൽ, അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. ക്ലിയർ? ഇനി അങ്ങനെയല്ല, an oscillation is completed when the body returns to its initial position in the same direction from where it started. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ ആണ്. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ സൈഡിലേക്ക് പോകുന്നു, മറ്റേ എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, തിരിച്ച് എവിടെയാണോ തുടങ്ങിയത് ആ ഇനിഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുവാണെങ്കിലും ഒരു ഓസിലേഷൻ ആണ്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻ, 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 1 minute എടുക്കാണ്. ഏതാ പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താ? പെൻഡുലം എന്ന് വെച്ചാൽ ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ ക്ലോക്കിന്റെ താഴെ ഇതുപോലെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, പഴയ പടത്തിലോ പ്രേതത്തിന്റെ പടത്തിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്ത് ചെയ്യും, ഈ പെൻഡുലം ഇതെന്താ ചെയ്യുക, ഇത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും ആണല്ലോ. യെസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻസ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ? എന്താ പറയുന്നത്, 1 മിനിറ്റിൽ 30 ഓസിലേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. യെസ്, എന്താ പറഞ്ഞിരിക്കുന്നത്, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻ അല്ലെ, 30 ഓസിലേഷൻ. യെസ്, ദാറ്റ് ഈസ് ഹൗ മച്ച്, ദാറ്റ് ഈസ് 1 minute ആണ്. 1 minute എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ഉണ്ട്, 60 സെക്കൻഡ് ഉണ്ട്. ഓക്കെ, 60 സെക്കൻഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ എത്രയായിരിക്കും? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, 1 oscillation, that would be is equal to, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എന്ത് ചെയ്താൽ മതി, ഇവിടെ ഞാൻ ഈ ഒരു 60 സെക്കൻഡിന് എന്ത് ചെയ്താൽ മതി, 30 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയം എനിക്ക് കിട്ടുമല്ലോ, കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 upon 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 seconds. 2 സെക്കൻഡ് ആണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം. അപ്പൊ ഈ ഒരു ഓസിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഓസിലേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇക്വിലിബ്രിയം പൊസിഷന് നമ്മുടെ രണ്ട് അറ്റത്തേക്കും പോകുന്നു, എന്നിട്ട് തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുന്നു അല്ലെ, അതാണല്ലോ ഒരു ഓസിലേഷൻ. അല്ലെങ്കിൽ മറ്റേ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തുടങ്ങിയാൽ ഇവിടെ വന്നു, തിരിച്ചിവിടെ വന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയം 2 സെക്കൻഡ് ആണ്. അപ്പോ ഇതിനെ നമ്മൾ പറയുന്നതാണ് പീരീഡ് അഥവാ ടൈം പീരീഡ്. ഓക്കെ, വാട്ട് ഈസ് പീരീഡ് ഓർ ടൈം പീരീഡ്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. ക്ലിയർ? വാട്ട് ഈസ് ടൈം പീരീഡ്? ദ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ്. SI യൂണിറ്റ് എന്താണ്? ടൈം ആണ്. സോ ടൈമിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. സോ ഇറ്റ് ഈസ് സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് സ്മോൾ ലെറ്റർ S വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്. ഇനി അടുത്ത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒന്നുമില്ല, സപ്പോസ് ഞാൻ നിങ്ങൾക്ക് ടൈം തരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്ത് തരികയാണ്? പെൻഡുലം തരികയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെൻഡുലം തന്നിട്ട് ഞാൻ പറയാണ്, ഈ പെൻഡുലം
ഒരു സെക്കൻഡിൽ, ഓക്കെ, ടൈം തരാണ് ഞാൻ. 1 സെക്കൻഡ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തന്നിരിക്കുന്ന ടൈം. അപ്പോ ഈ ഒരു സെക്കൻഡില് എത്ര ഓസിലേഷൻ ആ ഒരു പെൻഡുലത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എത്ര ഓസിലേഷൻ ആ ഒരു പെൻഡുലത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. നോക്കി ഇവിടെ നമ്മുടെ പെൻഡുലം ഉണ്ട്. ഇനി ജസ്റ്റ് ഞാൻ ഇതാ സ്റ്റോപ്പ് വാച്ചിൽ ഓണാക്കി അപ്പോൾ തന്നെ ഞാൻ ഓഫ് ആക്കാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ പെൻഡുലം എത്തിയിരിക്കുന്നത് ഇവിടെ ആയിരിക്കും. നോക്കിയേ, ഇതാ ഇവിടെ ആയിരിക്കും ആ ചിലപ്പം പെൻഡുലം എത്തിയിട്ടുണ്ടാവുക. മനസ്സിലായോ? അതായത് അത് ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡെസിമൽ വാല്യൂ തന്നെ ആയിരിക്കും. സോ അതിനാണ് നമ്മൾ എന്ത് പറയാ, ആ ഒരു പെൻഡുലത്തിന് ഫ്രീക്വൻസി എന്ന് പറയാം. ക്ലിയർ? 1 സെക്കൻഡ് സമയത്തിൽ ഈ ഒരു പെൻഡുലം എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു. Clear? That is known as frequency. So what is frequency? The number of oscillations in 1 second is known as frequency. ഈ ഫ്രീക്വൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ഹെർട്സിന്റെ സിമ്പിൾ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ക്യാപിറ്റൽ H സ്മോൾ z. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അതേപോലെ ഫ്രീക്വൻസി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ F വെച്ചിട്ടാണ്. ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൽഫബറ്റ് എന്താണ്? സ്മോൾ ലെറ്റർ F ആണ്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി പെൻഡുലത്തിന്റെ ലെങ്തിനനുസരിച്ച് വേരി ചെയ്യുന്നത്, അതാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ലെങ്ത് ഓഫ് ദി പെൻഡുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഈ ഒരു പൊസിഷൻ, അതായത് എവിടുന്നാണോ പെൻഡുലം തൂക്കിയിട്ടുള്ളത്, ഫസ്റ്റ് ഫിഗർ നോക്കാം. ഇവിടെ നിന്ന് ആ ഒരു മീൻസ് നീളമില്ലേ, ആ താഴോട്ടുള്ള നീളമുണ്ടല്ലോ, അതാണ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 പെൻഡുലം നിങ്ങൾക്ക് കാണാം ഇല്ലേ? ഒരെണ്ണം എന്താണ്? ഒരെണ്ണം ചെറുതാണ് അല്ലേ? അതേപോലെ പിന്നെ കുറച്ച് വലുതായ ഒരു പെൻഡുലം ഉണ്ട്. പിന്നെ ഫൈനലി നല്ലോണം ലെങ്ത് ഉള്ള ഒരു പെൻഡുലം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3 ലെങ്ത് ഡിഫറെന്റ് ആണ്. യെസ്, അപ്പൊ ഈ ലെങ്തിനനുസരിച്ച് എങ്ങനെയാണ് ഫ്രീക്വൻസി മാറുന്നത്? നിങ്ങൾ ആ ചെറിയ പെൻഡുലം ഒന്ന് ജസ്റ്റ് നോക്കിയേ. ആ ചെറിയ പെൻഡുലം നീല കളർ ബോബ് ഉള്ളത്, എന്താ ഈ ബോബ് എന്നറിയോ? അതായത് നമ്മളെ ഈ പെൻഡുലം ഇല്ലേ, ഇതാ ഇവിടെ കാണാലോ. അപ്പൊ ഈ പെൻഡുലത്തില് ഈ താഴെയുള്ള ഈ ഒരു ബോൾ ഉണ്ടല്ലോ, ഈ ബോളിന് നമ്മൾ പറയുന്ന പേരാണ് ബോബ് എന്ന് പറയുന്നത്, ബോബ് ഓഫ് ദി പെൻഡുലം. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഈ നമ്മുടെ ഫസ്റ്റ് വൺ, അതായത് ഈ ബ്ലൂ കളറിൽ കൊടുത്ത ഈ ഒരു പെൻഡുലം ബോബ്, ഈ ഒരു പെൻഡുലം ബോബ് നോക്കിയേ, ഏതാണ് ഏറ്റവും നല്ല സ്പീഡിൽ ഏത് ബോബാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് എന്നൊന്ന് ജസ്റ്റ് നോക്കിയേ. ഇവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ബ്ലൂ കളർ ബോബ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എത്തുന്നുണ്ട്. അപ്പോഴേക്ക് ഈ താഴെയുള്ള ബോബ് എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് ഇവിടെ മാത്രമേ എത്തുന്നുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു സെക്കൻഡില് ഇവിടെ ഇതാണോ അതോ നമ്മുടെ ഈ താഴെയുള്ള ഈ ബോബാണോ കൂടുതലായിട്ട് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? ആരാ കൂടുതൽ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? യെസ്, തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ബ്ലൂ കളർ പെൻഡുലം ഫസ്റ്റ് വൺ ആണ് അല്ലേ? യെസ് അല്ലെ? ഇവിടെ നോക്കിയാൽ ഇതിനെ ഞാൻ A കൊടുക്കാണ്. സെക്കൻഡ് ഫിഗർ നോക്കിക്കോ, A കൊടുക്കാണ്, ഇതിനെ ഞാൻ B കൊടുക്കാണ്, ഇതിനെ ഞാൻ C കൊടുക്കുകയാണെങ്കിൽ ഈ 3 ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ A എന്ന് പറയുന്ന ആ ഒരു പെൻഡുലം ബോബാണ് എന്ത് ചെയ്യുന്നത്, കുറഞ്ഞ സമയത്തിൽ ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആണോ അല്ലയോ? പിന്നെ ഏതാ വരുന്നത്? പിന്നെ വരുന്നത് നമ്മുടെ B എന്ന് പറയുന്ന പെൻഡുലം ബോബാണ് ആണല്ലോ. പിന്നെയോ C വെച്ച് നോക്കിയാലോ, C ആണെങ്കിൽ മെല്ലെ പോകുന്നത് അല്ലെ? ഒരു സെക്കൻഡിൽ ചിലപ്പോ ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടുന്ന് ചിലപ്പോ കുറച്ച് ചെറിയൊരു മൂവ്മെന്റ് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവും. ചെറിയൊരു മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ വളരെ ഫ്രാക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ഡെസിമൽ വാല്യൂ ആയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഈ ഫസ്റ്റത്തേൽ എന്താണ്, ലെങ്ത് കുറവാണ്. അപ്പൊ ലെങ്ത് കുറയുന്ന അനുസരിച്ച് എന്താവും, ഫ്രീക്വൻസി കൂടും എന്ന് വെച്ചാൽ ലെങ്ത് കുറയുന്നതനുസരിച്ച് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് കൂടും ഒരു സെക്കൻഡിൽ. ക്ലിയർ? So you have to understand, when the length of the pendulum increases, frequency decreases. ഈ മൂന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലെങ്ത് കൂടിയത് കൊണ്ട് തന്നെ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, കുറവാണ് അല്ലെ? ഒരു സെക്കൻഡിൽ വളരെ ചെറിയൊരു ഓസിലേഷൻ, ഓസിലേഷന്റെ ചെറിയൊരു പോർഷൻ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് പീരീഡ് ആണ്.
ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ അടുത്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ്, ടൈം പീരീഡ് അഥവാ പീരീഡ് ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ്. യെസ്, അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 അപ്പോൺ പീരീഡ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നമ്മുടെ ഈ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ എന്താവും? പീരീഡ് എന്താവും? നമ്മുടെ ടൈം പീരീഡ് എന്താവും? ടി എന്താവും? ടി കുറയും. ഓക്കെ, അതേപോലെ തന്നെ ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ ടൈം പീരീഡ് എന്താവും? കൂടും കേട്ടോ. കാരണം എന്താ അറിയോ? ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് നോക്കുക. ഇവിടെ ഇത് ലെഫ്റ്റ് സൈഡിൽ ഇത് മേളിലാണുള്ളത്, റൈറ്റ് സൈഡിൽ ഈ ഒരു ക്വാണ്ടിറ്റി എന്താ ഉള്ളത്? താഴെയാണുള്ളത്. സോ അങ്ങനെ ആകുമ്പോൾ ഈ മേളിലുള്ള ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞാൽ താഴെയുള്ളത് എന്താവും? കുറയും. ക്ലിയർ? ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ റിവേഴ്സും, ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ഇത് കൂടും. സോ ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിലേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. യെസ്, ഇനി നമ്മുടെ ഈ ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആണ് ഹേർട്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇതിന്റെ ലാർജർ യൂണിറ്റ്സ് ഉണ്ട്. ലാർജർ യൂണിറ്റ്സ് പറഞ്ഞാൽ നമ്മുടെ കിലോ ഹേർട്സ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എവിടെയും മെഗാ ഹേർട്സ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലേ? നമ്മുടെ ഈ കാറിലെ FM ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ FM ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. 91.9 അവിടെ യൂണിറ്റ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. മെഗാ ഹേർട്സ് എന്ന് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. MHz, അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ MHz എന്താണ്? ഈ MHz എന്ന് വെച്ചാൽ എന്താ? ഇത് മെഗയാണ്. മെഗ M എന്ന് വെച്ചാൽ ക്യാപിറ്റൽ M ഡിനോട്ട് ചെയ്യുന്നത് മെഗയാണ്. ഇത് നമ്മുടെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ ആണ്, യൂണിറ്റ്സിന്റെ മൾട്ടിപ്പിൾ ആണ്. അത് മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഹേർട്സ് പറയുന്നത് നമ്മുടെ യൂണിറ്റ് ആണ്. സോ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രിഫിക്സ് ചേർക്കും. മെഗാ, ജിഗ, ടെറ. ഓക്കെ, അങ്ങനെയുള്ള അതെന്താണ്? അത് മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ലാർജർ ക്വാണ്ടിറ്റീസ്. ക്ലിയർ? സോ മെഗാ ഹേർട്സ് എന്ന് പറയുമ്പോൾ ഈ മെഗാ എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 10⁶. ഓക്കെ, 10⁶ ആണ് അതിന്റെ വാല്യൂ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ജിഗ ഉണ്ട്. ജിഗ ഉണ്ട്, സോറി. അതേപോലെ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? കിലോ ഉണ്ട്. ജിഗ എന്ന് പറയുമ്പോൾ 10⁹ ആണ്. ഓർത്ത് വെക്കുക. ജിഗാബൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ ഫോർ എക്സാമ്പിൾ ഈ ഫോണിന്റെ സ്റ്റോറേജ് 128 GB, 256 GB, അല്ലേ? ഐഫോണിന്റെ ഒക്കെ ആണെങ്കിൽ 1 TB, അല്ലേ? 1 TB. ക്ലിയർ? അപ്പോൾ ഈ ടെറ ആയിക്കോട്ടെ, ജിഗ ആയിക്കോട്ടെ, ഇതിനൊക്കെ സർട്ടൻ വാല്യൂസ് ഉണ്ട്. ക്ലിയർ? നൗ 1 kHz എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക, കിലോ എന്ന് പറയുമ്പോൾ 10⁻³ ആണ്, അല്ലെ? 10⁻³ ഹേർട്സ് ആണ്. ഈ കിലോ ആയിക്കോട്ടെ, മെഗ ആയിക്കോട്ടെ, ഇതൊക്കെ പ്രിഫിക്സ് ആണ്, ഇതൊക്കെ മൾട്ടിപ്പിൾസ് ആണ് യൂണിറ്റ്സിന്റെ. ഓക്കെ, ഓർത്ത് വെക്കുക. 10⁻³ എന്ന് പറയുമ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. 10⁻³ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? 1 ഇവിടെ ഇടുക. ഓക്കെ, ഇത് നോക്കിയേ, 3 എണ്ണം, അല്ലെ? 3 എണ്ണം. സോ 3 0 ഇട്ട് കൊടുക്കുക. സിമ്പിൾ, അത്രേ ഉള്ളൂ. സോ ഇത്രയും ഹേർട്സ് ആണ് 1 kHz എന്ന് വെച്ചാൽ. ഇനി താഴെ നോക്കുക, 1 MHz. MHz എന്ന് പറയുമ്പോൾ 10⁻⁶ ആണ്. 10⁻⁶ ഹേർട്സ് ആണ്. അപ്പൊ 10⁻⁶ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ എഴുതും? യെസ്, 1 എഴുതുക ഇവിടെ. പിന്നെ ഇവിടെ 6 എന്നാണുള്ളത്. യെസ്, 10⁻⁶ എന്നാണുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ എത്ര സീറോസ് ഇടണം? 1 2 3 4 5 6. ഇത്രയും ഹേർട്സ് ആണ് എന്ത്? 1 MHz എന്ന് വെച്ചാൽ. സോ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ? യെസ്. ഇനി അടുത്ത നോക്കുക, നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ആ ഒരു വേർഡിൽ തന്നെയുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റ് ഓസിലേറ്റ് ചെയ്യുന്ന, സാധാരണയായിട്ട് ഒരു ഒബ്ജക്റ്റ് ഓസിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന അതിന്റെ ഫ്രീക്വൻസിനാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. ഓക്കെ, അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഊഞ്ഞാലിൽ കയറി കഴിഞ്ഞാൽ എന്നിട്ട് ഇരിക്കുകയാണ്, എന്നിട്ട് ജസ്റ്റ് നിങ്ങളെ ഫ്രണ്ട് എന്ത് ചെയ്യാണ്? ഒരു പുഷ് നിങ്ങൾക്ക് അങ്ങ് തരികയാണ്. അപ്പൊ നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ആടും. അതിനാണ് നമ്മൾ ആ സ്വിങ്ങിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്യാണ്? അത് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് പുഷ് തന്നോണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താവുന്നു? അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഫോഴ്സ് കിട്ടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? സോ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ സപ്പോസ് ഞാനിപ്പോൾ ഈ ഒരു മേശയിൽ തട്ടിക്കഴിയുമ്പോൾ ആ മേശ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും.
ഓക്കെ. സോ അത് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. മനസ്സിലായാലോ? അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, എന്താണ് സാർ ഈ വൈബ്രേഷൻ എന്ന് വെച്ചാൽ? വൈബ്രേഷനും എന്താണ്? വൈബ്രേഷനും ഓസിലേഷൻ തന്നെയാണ്. ക്ലിയർ? പക്ഷേ ഈ ഓസിലേഷൻ നല്ല റാപ്പിഡ് ആയിട്ട് നടക്കുന്നു, നല്ല സ്പീഡിൽ നടക്കുന്നു. അപ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? വൈബ്രേഷൻ എന്ന് പറയാം. ക്ലിയർ? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാം ജസ്റ്റ് അതിനൊന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പറയാം. അപ്പൊ ഈ റബ്ബർ ബാൻഡ് എങ്ങനെ മൂവ് ചെയ്യുക? റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാല് ഇത് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതിനെ എനിക്ക് ടു മോഷൻ എന്ന് പറയാം. താഴോട്ടുള്ളതിനോ ഫ്രോ എന്ന് പറയാം. കുഴപ്പമുണ്ടോ? അങ്ങനെ പറയുന്നത് കുഴപ്പമുണ്ടോ? ഇല്ല. ഇനീഷ്യലി അതിനെ ഡിസ്റ്റർബ് ചെയ്യാത്തപ്പോൾ അത് ഇങ്ങനെ ഉണ്ടായത്. ഇനി അതിനെ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ എന്തായി? അത് മുകളിലേക്ക് പോകുന്നു, ടു മോഷൻ, താഴോട്ട് വരുന്നു, ഫ്രോ മോഷൻ. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ഇത് നല്ല ഹൈ സ്പീഡിലാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ വൈബ്രേഷൻ എന്ന് പറയാ. ക്ലിയർ? മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെൻ ആൻ ഒബ്ജെക്ട് വൈബ്രേറ്റ്സ് ഫ്രീലി ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി. ക്ലിയർ? ഇന്നേറ്റ് പറഞ്ഞാൽ അതിന്റെ സ്വന്തം ഫ്രീക്വൻസി. ക്ലിയർ? ദിസ് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഒബ്ജെക്ട്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഈ നാച്ചുറൽ ഫ്രീക്വൻസിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജെക്ട്. സോ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ ഒബ്ജെക്ട്. ലെങ്ത് ഓഫ് ദി ഒബ്ജെക്ട് എങ്ങനെയാണ് ലെങ്ത് ഓഫ് ദി ഒബ്ജെക്റ്റിനെ ബാധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലേ? നമ്മുടെ പെൻഡുലം ബോബിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഫ്രീക്വൻസി എന്താവുന്നു? ഫ്രീക്വൻസി കുറയുന്നു. പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ എഴുതാം ഞാൻ. as length increases നാച്ചുറൽ ഫ്രീക്വൻസി എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. നാച്ചുറൽ ഫ്രീക്വൻസി കുറയുന്നു. ക്ലിയർ? ഇനി അതേപോലെ തന്നെ സൈസ് ഓഫ് ദി ഒബ്ജെക്ട്. സൈസ് ഓഫ് ദി ഒബ്ജെക്ട് ആകുമ്പോഴോ? സൈസ് ഓഫ് ദി ഒബ്ജെക്റ്റും കൂടിക്കഴിഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്താവും? കുറയും. എന്തുകൊണ്ടാണെന്നറിയോ? സൈസ് ഓഫ് ദി ഒബ്ജെക്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ നേരത്തെ ഞാൻ പെൻഡുലം ബോബ എടുത്തത്, അതിന്റെ പകരം ഞാനൊരു വലിയ കുറച്ച് നല്ല ഭാരമുള്ള ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാരമുള്ള സാധനം മെല്ലെ ആയിരിക്കും മൂവ് ചെയ്യുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ആ പെൻഡുലം ബോബ് എടുത്തോണ്ട് എന്തായി? അതിങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യായിരിക്കും. പക്ഷെ കുറച്ച് ഭാരമില്ല, നമ്മൾ ഈ ഷോർട്ട് പുട്ടൽ എറിയുന്ന ഈ നമ്മുടെ എന്താ പറയാ, ആ അയൺ ബോളില്ലേ, അതെടുത്ത് തൂക്കി കഴിഞ്ഞാൽ എന്താവും? അത് മെല്ലെ ആയിരിക്കും പോവാ അല്ലേ? യെസ്. സോ സൈസ് കൂടുന്നതനുസരിച്ച് എന്താവും? നാച്ചുറൽ ഫ്രീക്വൻസി കുറയും. ക്ലിയർ? പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇതിനെ എലാസ്റ്റിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു ഒബ്ജക്റ്റിന്റെ എലാസ്റ്റിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. സപ്പോസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റീൽ ആയിക്കോട്ടെ, അതേപോലെ നമ്മുടെ റബ്ബർ ആയിക്കോട്ടെ, ഇതിലൊക്കെ നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫർ ചെയ്യും. ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, സ്റ്റീലായിരിക്കും കൂടുതൽ ഉണ്ടാവുക നാച്ചുറൽ ഫ്രീക്വൻസി. ക്ലിയർ? ഇനി പിന്നെ എന്താ? പിന്നെ നാച്ചർ ഓഫ് മെറ്റീരിയൽ, എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്, അതിനും എന്ത് ബാധിക്കും? നാച്ചുറൽ ഫ്രീക്വൻസി എഫക്റ്റ് ചെയ്യും. ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ ചെറിയ കുറച്ച് കൺസെപ്റ്റ്സ് ആണ്, ബേസിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ല എങ്കിൽ ഞാൻ ഒന്ന് പറയാം. നമ്മുടെ റേസിന്റെ 360 ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഓൾറെഡി കുറെ സ്റ്റുഡൻസ് ഇതിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ ബേസിക്സ്, അതായത് ബേസിക്സ് നഷ്ടമായ മക്കളും ഓക്കെ, അതേപോലെ കുറച്ചും കൂടി അറ്റൻഷനോടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള മക്കളൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കും അങ്ങനെ ബേസിക്സും അതേപോലെ കുറച്ച് കൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ഇവിടെ മെയിൻ ആയിട്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ മാർക്സ്. ഓക്കെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്സ് മാത്രമല്ല നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കരിയർ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് 360 ഡിഗ്രി ഫൗണ്ടേഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ PCMB കൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ മീൻസ് നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് മാത്രമല്ല, അതിന്റെ ബേസിക്സ് തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്ലിയർ? പിന്നെ സോഷ്യൽ സയൻസ് മാസ്റ്ററി, പിന്നെ AI ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജി. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇപ്പോൾ AI ആണ് ഫുൾ ഭരിക്കുന്നത് അല്ലെ? പിന്നെ ഓൺട്രപ്രണർഷിപ്പ് സ്കിൽസ്, സിവിൽ സർവീസ് ഫൗണ്ടേഷനും, പിന്നെ സ്കൂൾ ട്യൂഷൻ. യെസ്, ദെൻ we already discussed we are providing 360 degree development for students. അതായത് ഇതൊക്കെ തരുന്നതുകൊണ്ടാണ് ഇതിന്റെ പേര് 360 ഡിഗ്രി ഫൗണ്ടേഷൻ. അതായത് ഓവറോൾ ആയിട്ട് നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താക്കുക? ബെറ്റർ ആക്കുക. ആ ഒരു
ആ ഒരു എയിമോടെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 8500 rupees ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് ട്രയൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ക്ലാസ്സസ് കാണാത്ത മക്കളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കുക. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കി കൺസെപ്റ്റ്സ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ് ബോക്സിൽ ചോദിക്കാം നിങ്ങൾക്ക്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു സെഷനിൽ കാണാം. ഗുഡ് ബൈ.